ഇന്ന് നമുക്ക് മട്ടൺ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: മട്ടൺ വേണം. ഇതൊരു 3 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, മല്ലിയില, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, തേങ്ങയുടെ 2-ാം പാല്, 1-ാം പാല്, ചെറുതായി കൊത്തിയരിഞ്ഞ് 2 തക്കാളി, ഇതൊരു 4 ഇടത്തരം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി പാത്രം വെക്കണം. പാത്രം ഒന്ന് ചൂടായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, ചെറുതായിട്ട് ഇഞ്ചി, ഇതൊരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. വെളുത്തുള്ളി ഒരു 12 അല്ലി വെളുത്തുള്ളി ഉള്ളത്, പച്ചമുളക്, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് സവാള ചേർത്ത്. ഇതൊരു 4 സവാളയാണത്. ഈ സവാള ഒരു ഏകദേശം ബ്രൗൺ കളർ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് കിട്ടാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളർ ആവുന്നേരം വരെ ഇളക്കി കൊടുക്കണം. ഞാനൊരു 3 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതൊരു 2 തക്കാളിയാണ്. ഈ തക്കാളി വഴന്ന് വരുന്നോളം പറയുന്നത് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് ഒന്ന് വഴന്ന് കിട്ടണം. ഇതൊന്ന് ഇളക്കി കൊടുക്കും. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. മട്ടണിലേക്ക് ഈ മസാല എല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ച് വരുന്നതാണ് ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി ഇതിനൊക്കെ ഉപ്പും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ ഒന്ന് പിടിച്ച് വരുന്നതാണ് മരുന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാലാണ്. അതും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് വേവാൻ വയ്ക്കാം. മട്ടൻ ആയാലും നല്ല വേവുണ്ട്. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 3/4 വേവാകുന്നോളം വരെ നമുക്കിത് അടുപ്പിൽ മൂടി വെക്കാം. അതിന് ശേഷമാണ് പൊടി മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. അടച്ച് വേവിക്കാം. ഇനി നമുക്ക് മട്ടൻ ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂണ് മുളക് പൊടി എടുത്ത്, 1 സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോരുത്ത് തീ കുറച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മട്ടനിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൺ തുറന്ന് നോക്കാം. ഇത് വെള്ളമെല്ലാം വറ്റി ഒരു 3/4 വേവായിട്ടുള്ളത്. ഇതിലേക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്ത് ഇനി ഈ മട്ടൺ ബാക്കി വേവ് ഈ മസാല കിടന്നത് വേകണം. ഞാൻ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മട്ടനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്.
വെള്ളമെല്ലാം വറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മട്ടൻ. ഇപ്പം ഇതിലേക്ക് തനിപ്പാൽ ചേർത്ത് കൊടുക്കാം. തനിപ്പാൽ ചേർത്ത് തിളയ്ക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് 1 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് കറിവേപ്പില, അല്പം മല്ലിയില, എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തീ ഞാൻ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ആ മസാലയുടെ മണം ഒന്ന് എല്ലാ ഭാഗത്തും പിടിക്കാൻ അടച്ചു വെച്ചു. ഇത് തുറന്ന് നോക്കാം. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ബാക്കിയുള്ള മല്ലിച്ചപ്പും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. കറിവേപ്പില. നല്ല രുചികരമായ മട്ടൻ കറി തയ്യാറായി.